അക്കാദമിക് പ്രവാചക വൈദ്യം സിൽവർ ജൂബിലി ജ്ഞാനോത്സവ പരിപാടികൾക്ക് തുടക്കമായി. ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. ശാസ്ത്രീയ രാഷ്ട്ര നിർമ്മിതിക്ക് പുതിയ വൈദ്യശാസ്ത്ര ഗവേഷണങ്ങൾ വേണമെന്ന് പ്രഭാഷകർ അഭിപ്രായപ്പെട്ടു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അക്കാദമിക് പ്രവാചക വൈദ്യ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കോഴിക്കോട് ഗാന്ധിഗൃഹം ഹാളിൽ നടന്ന ജ്ഞാനോത്സവം പരിപാടി അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ചികിത്സയായാലും ഹോമിയോ ആയാലും കൊമ്പ് ചികിത്സയായാലും ഒക്കെ തന്നെ കളരി ചികിത്സയുമൊക്കെ നമ്മുടെ കേരളത്തിൽ വളരെ പ്രശസ്തമാണ്. ഈ ചികിത്സാ രീതികൾ അന്വേഷിച്ചുകൊണ്ട് പഠിക്കാനും അതുപോലെ തന്നെ ചികിത്സ നേടാനുമായി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ആളുകൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മെഡിക്കൽ ടൂറിസം വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ ആയുർവേദ രംഗത്തും അതുപോലെ തന്നെയുള്ള ഡോക്ടർ MK മുനീർ MLA അക്കാദമിക് ഡിജിറ്റൽ സന്ദേശം നൽകി. ഡോക്ടർ യഹിയ ഇരട്ടി അധ്യക്ഷനായിരുന്നു. ശാസ്ത്രീയ രാഷ്ട്ര നിർമ്മാണത്തിന് പുതിയ വൈദ്യശാസ്ത്ര ഗവേഷണങ്ങൾ ഉണ്ടാകണമെന്ന് സിൽവർ ജൂബിലി ജ്ഞാനോത്സവത്തിൽ പ്രഭാഷകർ ആവശ്യപ്പെട്ടു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മർഹൂം സയ്യിദ് ജഫ്രി തങ്ങളെ ആദരിച്ചു. ആദരഫലകം സ്വാലിഹ് ജിഫ്രി തങ്ങൾക്ക് സയ്യിദ് മുഷ്താഖ് സമർപ്പിച്ചു. ജ്ഞാനോത്സവത്തിന്റെ ടൈറ്റിൽ പ്രമേയം ഡോക്ടർ ഷാഫി അബ്ദുള്ള സുഹൂരി അവതരിപ്പിച്ചു. സിൽവർ ജൂബിലിയിലേക്ക് കടന്ന അക്കാദമിക് പ്രവാചക വൈദ്യത്തിന്റെ 24 വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്ന ഫോട്ടോ എക്സിബിഷനും പ്രവാചക വൈദ്യ പഠനങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു. പ്രൊഫസർ രഘുനാഥ് പാറക്കൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ ബേബി ജോർജ് ഏറ്റുവാങ്ങി. തൊബീബ് മജീദ്, നൌഷാദ് സൈനി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സഹകരണ ബാങ്കിലൂടെ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കണമെന്ന് നജീബ്